നമുക്ക് തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് എനി കോമ്പിനേഷൻ സർക്യൂട്ട് ക്യാൻ ബി ബിൽഡ് ബൈ യൂസിങ്. ഏതൊക്കെയാണ് പറഞ്ഞേ ഏതൊക്കെ ഇതാണ് നമുക്ക് എല്ലാ പറയുന്ന കോമ്പിനേഷൻ സർക്യൂട്ടും ഉണ്ടാക്കാൻ പറ്റുന്നത്? എനി കോമ്പിനേഷൻ സർക്യൂട്ട് ക്യാൻ ബി ബിൽഡ് ബൈ യൂസിങ്. ഏതൊക്കെ വരും ഇതിൻ്റെ അകത്ത്? അല്ലെ ആൻസർ ഏതായിരിക്കും? ഇത് ഓപ്ഷൻ എ, ഇത് ബി, സി, ഡി. ഏതായിരിക്കും ആൻസർ വരുന്നത്? ക്രിസ്റ്റീന, ജയശ്രീ, സുജിത, സാലി, നയന പറഞ്ഞേ. എ, ബി, സി, ഡി ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? എല്ലാ കോമ്പിനേഷൻ സർക്യൂട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഡിവൈസുകൾ. നാൻഡ് ഗേറ്റ് ഉണ്ട്, നോർ ഗേറ്റ് ഉണ്ട്, എക്സോർ ഗേറ്റ് ഉണ്ട്, മൾട്ടിപ്ലൈസേഴ്സ് ഉണ്ട്. പറഞ്ഞേ. ജയശ്രീ ഒരു കുഴപ്പമില്ല, ഇതെല്ലാം അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു വരുന്ന ക്ലാസ്സസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജയശ്രീ ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് വാട്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, നമുക്കത് ഇത് ചെയ്യാം. എനിവേ ഇത് സോൾവ് ചെയ്യാൻ തുടങ്ങിക്കളെ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടുന്ന് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങിക്കളെ. പഴയതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് പഠിച്ചു വന്നാൽ മതി കേട്ടോ. ജയശ്രീ പറഞ്ഞേ. സുജിത എന്താണ് ആൻസർ? നയന ആൻസർ പറഞ്ഞു. യെസ്, ആൻസർ ഡി ആയിരിക്കും. നാൻഡ് ഗേറ്റ് വെച്ചുണ്ടാക്കാം, നോർ ഗേറ്റ് വെച്ചുണ്ടാക്കാം, മൾട്ടിപ്ലക്സേഴ്സ് വെച്ചുണ്ടാക്കാം. ശരിയല്ലേ? ഇപ്പോഴാണ് എല്ലാവരും കേട്ടത് അല്ലേ? ജയശ്രീക്ക് ആൻസർ കിട്ടി, സാലിക്ക് ആൻസർ കിട്ടി, ക്രിസ്റ്റിനയ്ക്ക് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ ചോദിച്ചത്. നമുക്ക് എപ്പോഴും നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ് ആണ് ഈ പറഞ്ഞ നാൻഡ് നോർ. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ആളാണ് ആര്? മൾട്ടിപ്ലക്സേഴ്സ്. അപ്പൊ യൂണിവേഴ്സൽ ഡിവൈസസ് എന്ന് വേണം പറയാം. ഓക്കെ അല്ലേ? 1, 2, 4. All the output line of chip will be high when all the input is 1, 2, 3. When all the input 1, 2, 3 are, ഇവിടെ എല്ലാ ആൻസർ എന്ത് തന്നെയാണ്? ഹൈ തന്നെയാണ്. ഇവിടെ ഇവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ ഉള്ള 8, 7, 6, 5, 4, 3, 2, 1 ഇത് ആരാണ്? ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 to 8 ഡീകോഡർ. അപ്പൊ ഈ പറയുന്ന ഇവിടെ വരുന്ന ഈ 1, 2, 3 വരുന്ന വാല്യൂ വെൻ ഓൾ ദ ഇൻപുട്ട് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആക്ച്വലി ആര് മാത്രമേ വരാൻ പാടുള്ളൂ? ഇവിടെ എന്തായിരിക്കണം? 0 വരണം. കാരണം ഇത് ആക്റ്റീവ് ലോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഓൾ ദി ഔട്ട്പുട്ട് ലൈൻസ് ഓഫ് ദ ചിപ്പ് വിൽ ബി ഹൈ വെൻ ഓൾ ദി ഇൻപുട്സ് 1, 2, 3 ആർ ഹൈ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബാക്കി പറഞ്ഞു G1 ഹൈ. സാലി പറഞ്ഞത് G1 ഹൈ, G2 ലോ എന്നാണോ? അങ്ങനെ വരുമ്പോൾ ഡി എന്നാണ് ആൻസർ പറയുന്നതെങ്കിൽ അവിടെ വരാൻ പോകുന്നത് എന്തായിരിക്കും? 111 ആണ് ഇൻപുട്ട്. ശരിയല്ലേ? 111 ആണ് ഇൻപുട്ട്. അപ്പൊ ആ സമയത്ത് ഔട്ട്പുട്ട് വരാൻ പോകുന്നത് ആക്റ്റീവ് ലോ ഔട്ട്പുട്ട് ആണ്. അതുകൊണ്ട് 8th ലൈനിൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ 8th ലൈനിൽ ഇതിൽ എത്ര വരും? 0 വരും. നമ്മൾ പറഞ്ഞ രീതി വെച്ച് ഇത് 0 അല്ല വരേണ്ടത്. ഇതും എന്തായിരിക്കണം? 1 ആയിരിക്കണം. എല്ലാം 1 ആണ്. അതിനുള്ള കണ്ടീഷൻ പറയൂ. G1 ലോ, G2 ഹൈ. കറക്റ്റ്. അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വന്ന ഔട്ട്പുട്ട് ആർ ആക്റ്റീവ്ലി ലോ, സോ ഓൾ ദി ഔട്ട്പുട്ട് ലൈൻസ് ഓഫ് ദി ചിപ്പ് വിൽ ബി ഹൈ വെൻ ചിപ്പ് വിൽ ബി ഡിസേബിൾഡ്. ഈ പറഞ്ഞ ചിപ്പ് ഡിസേബിൾഡ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ എല്ലായിടത്തും 1 വരുള്ളൂ. അല്ലെങ്കിൽ ഇത് ആക്റ്റീവ് ഔട്ട്പുട്ട് ആയതുകൊണ്ട് ഒരിടത്ത് 0 വന്നേ പറ്റുള്ളൂ എപ്പോഴും ചിപ്പ് ഓൺ ആയാൽ. കാരണം നമ്മൾ ഈ പറഞ്ഞു വന്ന സിഗ്നൽ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സിഗ്നൽ കൊടുക്കുന്നുമില്ല. അതിനാണ് G1 ലോ. രണ്ടാമത് G2 ഹൈ കൊടുത്തെന്ന് പറഞ്ഞാൽ എനേബിൾ ആക്കിയിട്ടില്ലെന്ന് അർത്ഥം. എനേബിൾ ആക്കിയാൽ ഈ പറഞ്ഞ ഈ സിഗ്നൽ എടുത്ത് വെച്ച് അവസാനം ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ നമുക്ക് പറയാം G1 ലോയുമാണ്, G2 ഹൈയുമാണ്. അതുകൊണ്ട് എന്താണ്? ചിപ്പ് വിൽ ബി ഡിസേബിൾഡ്. ക്ലിയർ ആണോ ഈ പറഞ്ഞു വന്നേ? ഒന്നുകൂടെ പറയാം. ആൻസർ പിന്നെ കൃഷ്ണയ്ക്കും കിട്ടിയായിരുന്നു അല്ലെ? സുജിതയ്ക്കും കിട്ടി. നമ്മൾ പറഞ്ഞു വന്ന ഒന്നേ ഉള്ളൂ. G1 ലോ ആയിരിക്കും, G2 ഹൈ ആയിരിക്കും. എല്ലാവർക്കും ഓക്കെ അല്ലേ? പറയൂ. ഓക്കെ ആണോ?
ഇത് ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകട്ടെ, പറഞ്ഞു മുന്നോട്ട് പോകട്ടെ. കുക്കു മുന്നോട്ട് പോട്ടെ. ശേശ്രീ ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നേ? സജ്ന ഓക്കെ അല്ലേ? ഓക്കെ ആണ് സജ്നക്ക്. നിമിത പറഞ്ഞേ. നിമിതയ്ക്ക് ഓക്കെ ആണ്. റൈറ്റ് ഓക്കെ ആണ്. നയന ക്ലിയർ അല്ലേ പറഞ്ഞു വന്നേ? നമ്മൾ മുന്നോട്ട് പോവാണ്. കൗണ്ടിങ്, ഡീകോഡിങ്, ഡേറ്റ സെലക്ഷൻ, കോഡ് കൺവേർഷൻ. ആദ്യം പറഞ്ഞേ കൗണ്ടിങ് ആരാ ചെയ്യുന്നത്? കൗണ്ടിങ് ആരാ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ഇതില് കൗണ്ടിങ് ആരാണ് ചെയ്യുന്നത്? ഓക്കെ ആണ് ജയശ്രീക്കും. കൗണ്ടിങ് ആരാ ചെയ്യുന്നത്? ഓരോന്നോരോന്നേരം പറയും. കൗണ്ടിങ് ആൻസർ ഡി കിട്ടി അല്ലേ? അത് തന്നെയാണ്. കൗണ്ടിങ് നമുക്ക് ആര് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. കൗണ്ടർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ തന്നെയാണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ഉണ്ടാക്കി എടുക്കുന്നത്, ശരിയല്ലേ? അവിടെ നമ്മൾ ഒറ്റ കാര്യമേ ഉള്ളൂ, കൗണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കണക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും മാത്രം. പക്ഷെ എന്ത് തന്നെയാണ്? രജിസ്റ്റർ തന്നെയാണ്. അടുത്ത പറയുന്ന ഡീകോഡിങ്. ഡീകോഡറായിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? ഡീമൾട്ടിപ്ലക്സർ ആണ്. എല്ലാവർക്കും ഓക്കെയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഡേറ്റ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു, അത് മൾട്ടിപ്ലക്സർ ആണ്. കാരണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഔട്ട്പുട്ടിലോട്ട് വരും, ശരിയല്ലേ? അത് മൾട്ടിപ്ലക്സർ ആണ്. കോഡ് കൺവേർഷൻ ഒക്കെ എവിടെയാണ്? റോമിലാണ്. എല്ലാവർക്കും ഓക്കെയാണ്. It is required to construct a 2:1 multiplexer using 2:1 multiplexer only. How many 2:1 multiplexer are needed? നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 4:1 മക്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇവിടെ I0 എന്ന് പറഞ്ഞ് I1 എന്ന് പറഞ്ഞ് ഇവിടെ ഇത് I2 ഇത് I3 ഇവിടെ വരെ ഓക്കെയാണ്. ഇതിൽ നിന്ന് രണ്ടെണ്ണം വന്നേച്ച് നമ്മൾ ഇവിടെ കൊടുക്കും. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പൊ AB ആണ് വേരിയബിൾ എങ്കിൽ ഇത് B ഇവിടെ കൊടുക്കും, A ഇവിടെ കൊടുക്കും, എന്നിട്ട് ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ എടുക്കും. അപ്പൊ എത്ര എണ്ണം വേണ്ടി വന്നു? 3 എണ്ണം വേണ്ടി വന്നു. ഓക്കെ ആണോ? ഇനി 8:1 മക്സ് ആണെങ്കിൽ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 8:1 മക്സ് ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ 4 എണ്ണം വെക്കണം. I0 to I7 വരെ ഇട്ടാൽ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിൽ നിന്ന് വീണ്ടും നമുക്ക് എത്ര എണ്ണം കിട്ടും? 4 എണ്ണം കിട്ടും. 4 എണ്ണം കിട്ടണമെങ്കിൽ 2ന്റെ ഉള്ളതുകൊണ്ട് ഇത് വീണ്ടും 2 എണ്ണം വന്നു. വീണ്ടും എത്ര എണ്ണം വന്നു? 1 കൂടെ വന്നു. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഇക്വേഷനിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. അപ്പം 4:1 മക്സിന് പകരം നമുക്ക് എഴുതാം 2:2 - 1 അല്ല 1:1. ഇതിന് 8:1 മക്സിന് പകരം എന്ത് എഴുതാം? 2:3:1. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 3 ആയിരുന്നപ്പോ നമുക്ക് എത്ര മക്സ് വേണ്ടി വന്നു? 7. 2 ആയിരുന്ന സമയത്ത് 2:2 ആയിരുന്ന സമയത്ത് എത്ര വന്നു? 3 വന്നു. ഇനി ഇക്വേഷൻ നോക്ക്. 3 ആയിരുന്ന സമയത്ത് ഇക്വേഷൻ നമുക്ക് വെച്ച് പറയുകയാണെങ്കിൽ 7 വേണ്ടി വന്നു. അപ്പോൾ 3 എന്നുള്ളത് ഇത് വെട്ടി, ഇത് വരൂല. 2:2 എന്ന് പറയുന്നത് ഇതും വെട്ടി. ഇനി 2:n - 1 എന്ന് പറഞ്ഞ കണ്ടീഷനും വെട്ടി. അപ്പൊ ഇതായിരിക്കും വരുന്നത് ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത് ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. പറയൂ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ ആണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇക്വേഷനായിട്ട് പറയുമ്പോൾ 2:n - 1 അതുകൂടെ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. കാരണം വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് ആൻസർ ചെയ്താൽ നമുക്ക്. പക്ഷെ ഓർത്തോളുക, 4:1 മക്സ് എന്ന് പറയുമ്പോൾ 2:2 ആണ്. അത് n 2 ആയിട്ട് എടുക്കാവുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആണ്? ഇത് ക്ലിയർ ആണ്? ഇത് ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകൂടെ പറയണം അല്ലേ? നമ്മൾ പറഞ്ഞു വന്ന എന്നാ ചോദിച്ചാല്, സാലി ഇവിടെ നോക്ക്. I0, I1, I2, I3. ഇപ്പൊ നമ്മൾ പറയുന്ന 4:1 മക്സ് ആണ്. I0, I1, I2, I3 എന്ന് പറഞ്ഞ് വാല്യൂസ് ഉണ്ടാവും. അതിൽ എയും ബി എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാവും. നമ്മൾ പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. 16:1 4:1 മക്സ് വെച്ച് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് 4:1 മക്സ് 2:1 മക്സ് വെച്ച് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ I0, I1, I2, I3 എഴുതാൻ വേണ്ടി 2 മക്സ് വേണ്ടി വന്നു. ഇവിടെ രണ്ടിടത്തും ഇവിടെയും ബി കൊടുക്കും, ഇവിടെയും ബി കൊടുക്കും. എന്നിട്ട് അടുത്ത മക്സിലോട്ട് കൊടുത്തിട്ട് അവിടെ എ കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 4:1 മക്സ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇത് വർക്ക് ചെയ്യും. ഓക്കെ ആണോ? ഇതേ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഇവിടെ I1 അങ്ങനെ I6 വരെ 4 എണ്ണം വേണ്ടി വന്നു. അതിൽ നിന്ന് വരുന്ന 4 എണ്ണം ഈ 2 എണ്ണത്തിലോട്ട് അടുത്ത മക്സിലോട്ട് കൊടുത്തു. അതിൽ നിന്ന് വരുന്ന 2 എണ്ണം ഇതിലെ മക്സിലോട്ട് കൊടുത്തു.
2:1 വെച്ചിട്ട്. അപ്പോൾ എത്ര എണ്ണം വേണ്ടി വന്നു? 7 എണ്ണം വേണ്ടി വന്നു. ഇത് ക്ലിയർ ആണോ സാലി? അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇനി ഇക്വേഷൻ നോക്കുകയാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവർ പറഞ്ഞേക്ക് നോക്ക് 2:n=1 എന്നാണ്. 2:n=1 എന്ന് പറഞ്ഞാൽ 4:1 എന്ന് പറയുമ്പോഴത്തേക്കും n അവിടെ എത്രയാണ്? 2 ആണ്. ഈ പറഞ്ഞ 2:3:1 എന്ന് പറഞ്ഞാൽ 8:1 പകരം നമുക്ക് എന്ത് എഴുതാം? യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ക്ലിയർ ആണ് പറഞ്ഞത്. അപ്പൊ എന്നിന്റെ വാല്യൂ വരുന്നത് അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ വാല്യൂ നോക്കും. 2:2 വന്ന സമയത്ത് നമുക്ക് വാല്യൂ വരുന്നത് 3 ആണ്. ആ വാല്യൂ അനുസരിച്ച് വരുന്ന ഒറ്റ കണ്ടീഷൻ ഇല്ല ഇവിടെ. കാരണം എല്ലാം 2 വരുന്ന സമയത്ത് തന്നെ നമുക്ക് n ഒഴിവാക്കാം. 2:2 എന്ന് പറഞ്ഞ ഇക്വേഷൻ വരില്ല. ഒരു ഓഡ് നമ്പർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അവസാനത്തെ ഇക്വേഷൻ ആണ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മുന്നോട്ട് പോട്ടെ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ അല്ലേ? ഇത് സുജിത, നയന, നിമിത പറഞ്ഞേ. സജന ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? ധന്യ, ശ്രേയശ്രീ എല്ലാരും പറഞ്ഞേ. ക്രിസ്റ്റീന ഓക്കെ ആണോ പറഞ്ഞു വന്നേ? നമ്മൾ ഇതിന്റെ വർക്കിംഗ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയുടെ സ്പീഡിൽ പോകുന്നത്. കാരണം അവിടെ നമ്മൾ ഈ വേരിയബിൾ എങ്ങനെ കൊടുക്കണമെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതിയോ? ഓക്കെ, എനിവേ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ബാക്കി നിങ്ങൾ ആ ക്ലാസ്സിലെ പോർഷൻ കൂടെ കാണുമ്പോഴത്തേക്കും വ്യക്തമാകുന്നത്. ഓക്കെ അല്ലേ? ഇത് മുന്നോട്ട് പോട്ടെ. യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ്. ഇവിടെ ഈ ഡോട്ട് ഇല്ല കേട്ടോ, ഈ ബാർ ഇല്ല. ഇവിടെ ബാറുണ്ട്, ഇവിടെ ബാറില്ല. ശരിയല്ലേ? C2 ബാർ C1 എന്നാ വരുന്നത് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ആൻസർ D വരും അല്ലേ? എല്ലാവരും കിട്ടുന്നുണ്ട്? അവിടെ ഈ പറഞ്ഞു വന്ന ഇവിടെ ഇക്വേഷൻ എന്താവും? ഇവിടെ A ബാർ പ്ലസ് B ബാർ ആണ്, അത് AB ഓൾ ബാർ ആണ്. അപ്പൊ ഇവിടെ AB ഓൾ ബാർ കണ്ടാൽ പിന്നെ എളുപ്പമാണ്. ടി മോർഗൻ സപ്ലൈ ചെയ്യുന്നു, നേരെ ആൻസർ ചെയ്യും. ശരിയല്ലേ? അപ്പൊ ആൻസർ എന്തോരും D വരും. എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ഈ പറഞ്ഞു വന്നേ? പറഞ്ഞേ. സജന ക്ലിയർ അല്ലേ പറഞ്ഞു വന്നേ? അതിനൊക്കെ ആൻസർ കിട്ടിയായിരുന്നു അല്ലേ? ശ്രേയശ്രീ, ധന്യ പറഞ്ഞേ. ക്രിസ്റ്റീന കിട്ടുന്നുണ്ടോ? ജയശ്രീക്ക് മനസ്സിലാകുന്നില്ലേ? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. A ബാർ പ്ലസ് B ബാർ എന്നാണ് ഇവിടെ ആഡ് വരുന്നത്. അപ്പൊ നമ്മൾ അതെന്ത് മാറ്റി എഴുതി? യെസ്, നമ്മൾ മാറ്റി AB ബാർ എന്ന് എഴുതി. ബാക്കിയെല്ലാം ആൻസർ സെയിം ആണ്. പിന്നെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തേ ഉള്ളൂ. മാർക്സിന്റെ ഓക്കെ ആണ്.